ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ട് ഗോപാൽ ഗോഡ്സെയും നാഥുറാം ഗോഡ്സെയും RSS പ്രവർത്തകരല്ല എന്നാണ് ഇതുവരെ RSS പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് കോടതിയിൽ മൊഴിയായിട്ടൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. RSS ബന്ധം ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ സത്യാവസ്ഥ എങ്ങനെയാണ്? സത്യാവസ്ഥ എന്താന്ന് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇപ്പൊ ട്വിറ്ററിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ടു ഡിസോൺ സവർക്കർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സവർക്കറെ ഉം, തള്ളിപ്പറയാൻ സമയമായി എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്കും അതുപോലെ തന്നെ RSSനും ഒക്കെ ഇനി അതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള നിലക്കുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണം നടക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ കോടതിയിൽ വന്നിട്ടുള്ള ഒരു മൊഴിയാണ്. ആ കോടതിയിൽ വന്നിട്ടുള്ള മൊഴിയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്താണ് കോടതിയിലെ കേസെന്നൊന്ന് പരിശോധിച്ചതിന് ശേഷം മൊഴിയിലേക്ക് ഉം, കിടക്കും. അത് 2023 മാർച്ച് 5-ന് UK-യിലെ ഒരു പ്രവർത്തകരെ, അതായത് ഇദ്ദേഹത്തോട് താല്പര്യമുള്ള പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി നമ്മുടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഒരു പൊതു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു മറ്റേ മാനനഷ്ട കേസിന് ഉം, കാരണമായിട്ടുള്ളത്. ആ ഒരു മുസ്ലിം വ്യക്തിയെ മർദ്ദിച്ചതായി പറഞ്ഞുകൊണ്ട് സവർക്കർ ഒരു പുസ്തകം എഴുതി എന്ന് പറയുന്ന ഒരു പരാമർശമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരാമർശങ്ങൾ അവിടെ നടന്നിട്ടുള്ള നിരവധി പരാമർശങ്ങളിൽ എനിക്ക് മാനനഷ്ടമുണ്ടായി എന്ന് ഉം, പറഞ്ഞുകൊണ്ടാണ് ഈ സവർക്കറുടെ ബന്ധു, ആ ബന്ധു എന്ന് പറയുന്നത് സത്യകി സവർക്കറാണ്. ഉം, സത്യകി സവർക്കർ തന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്, മാനനഷ്ട കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാനനഷ്ട കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ക്രോസ് എക്സാം ചെയ്യുമല്ലോ. അതായത് ഈ പറയുന്ന പോലെ മിലിന്ദ് പഹാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അതായത് രാഹുൽ ഗാന്ധിയുടെ അഡ്വക്കേറ്റ് അവിടെ എന്ത് ചെയ്തു, കോടതി എന്ന് പറഞ്ഞാൽ ഈ MP MLA മാർക്കെതിരെയുള്ള കേസുകളൊക്കെ വിചാരണ ചെയ്യുന്ന പൂനെയിലെ കോടതിയാണ്. അപ്പോൾ കോടതിയിൽ ഈ സത്യകി സവർക്കറെ ഉം, ക്രോസ് എക്സാം ചെയ്യാൻ തീരുമാനിച്ചു. ഈ സത്യകി സവർക്കർ തന്നെ ആരാണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതികളായിട്ടുള്ള നാഥുറാം ഗോഡ്സെയും ഗോപാൽ ഗോഡ്സെയും ഒക്കെ RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞേക്കണത് വിനായക് ദാമോദർ സവർക്കറുടെ ഗ്രാൻഡ് നെവ്യൂ ആണ്. കൂടാതെ ഇവരുമായും അടുത്ത ബന്ധമുള്ള ആളാണ്. ആര്? ഉം, ഈ ഗോപാൽ ഗോഡ്സെയൊക്കെ ആയിട്ട്, അതുപോലെ നാഥുറാം ഗോഡ്സെയൊക്കെ ആയിട്ടും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഈ ബന്ധമെന്ന് പറയുന്നത് VD സവർക്കറുടെ അനിയനാണ് നാരായൺ സവർക്കർ. നാരായൺ സവർക്കർ ഉം, നാരായൺ സവർക്കറുടെ മകനാണ് അശോക് സവർക്കർ. ഈ അശോക് സവർക്കറുടെ മകനാണ് ഈ സത്യകി സവർക്കർ. അതായത് സവർക്കറുടെ അനിയന്റെ മകന്റെ മകനാണ് ആര്? ഈ പറയുന്ന സത്യകി ഉം, സവർക്കർ. ആ ബന്ധം ക്ലിയർ ആണല്ലോ. അതായത് വളരെ അടുത്ത ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉം, പിന്മുറക്കാരാണ് ശരിക്കും അത്. ഇനി നാഥുറാം ഗോഡ്സെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയാം. ഉം, നാഥുറാം ഗോഡ്സെയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെയുടെ മകൾ, അതായത് നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെടിവെച്ചത്, അതായത് ഗാന്ധിജിയെ വെടിവെച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അനിയൻ ഗോപാൽ ഗോഡ്സെയുടെ മകൾ ഹിമാനി ഗോഡ്സെയുടെ ഈ പറയുന്ന പോലെ ഹിമാനി ഗോഡ്സെയുടെ മകനാണ് ഇയാൾ. ഈ ഹിമാനി ഗോഡ്സെ എന്നുള്ളത് സവർക്കർ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വന്നതിന് ശേഷം അവരുടെ പേര് ഹിമാനി സവർക്കർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ സവർക്കറുടെ മകനാണ് എന്ന് പറഞ്ഞാൽ, മറ്റത് സവർക്കറുടെ അനിയന്റെ മകന്റെ മകനാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഗോപാൽ ഗോഡ്സെയുടെ മകളുടെ മകളാണ് എന്ന് അതായത് നാഥുറാം ഗോഡ്സെയുടെ അനിയന്റെ മകളാണ് യഥാർത്ഥത്തിൽ ആര്? ഈ പയ്യന്റെ അമ്മ, ഈ സത്യകി സവർക്കർ എന്ന് പറഞ്ഞ പയ്യൻ. അപ്പൊ ഈ സത്യകി സവർക്കർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് രാ- ഏഹ് രാഹുൽ ഗാന്ധി ലണ്ടനിൽ വെച്ചിട്ട് സവർക്കറും അദ്ദേഹത്തിന്റെ അനുയായികളും ഗാന്ധി വധത്തിന്റെ പങ്കാളികളാണ് എന്ന തരത്തിൽ സംസാരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ഉം, ഒരു വ്യക്തിയെ മർദ്ദിച്ചതായിക്കൊണ്ട് പുസ്തകം എഴുതി, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ കേസിൽ പുള്ളി ഇപ്പൊ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ, നാഥുറാം ഗോഡ്സെയും അതുപോലെ തന്നെ വിനായക് ഗോഡ്സെയും ഒക്കെ തന്നെ RSS വിട്ടിട്ടില്ല, RSSകാരായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉം, കൂടാതെ സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ നമ്മുടെ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന RSSന്റെ ബൗദ്ധിക് കാര്യവാഹായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കലും RSS വിട്ടിരുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റ്. വെളിപ്പെടുത്തലാണ് നടത്തിയേക്കുന്നത്. വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വളരെ രസകരമായ നിരവധി സംഭവങ്ങളുണ്ട്. കാരണം ഈ സത്യകി സവർക്കറുടെ വക്കീല് പലതവണ ഒന്ന് ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഇതെന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത്, ഇത് ഈ കേസിന് ആവശ്യമില്ലാത്തതാണ് ഉം, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പയ്യൻ എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. സത്യകി ഉം, സവർക്കർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഇവിടെ മാത്രമല്ല, യഥാർത്ഥത്തിൽ പല നാഷണൽ ടെലിവിഷൻ ചാനലുകളും വന്നിരുന്നു ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ,
RSS ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ, അതായത് ഗോപാൽ ഗോഡ്സെയും നാഥുറാം ഗോഡ്സെയും ഒക്കെ തന്നെ ഉം. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളായിരുന്നില്ല, അവർ ഞങ്ങളെ വിട്ടുപോയവരാണ്, ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. AB വാജ്പേയി അടക്കമുള്ള ആളുകൾ ഗോഡ്സെ RSS അല്ല, RSS അല്ല, RSS അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഉം. ഈ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്കെതിരെ അവർ കേസിനൊക്കെ പോയിട്ടുണ്ട്. ഉം. അതായത് ഞങ്ങൾ RSS അല്ല, അപ്പോൾ RSS ആണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഇല്ല. ഉണ്ടാവില്ല. ആ തെളിവില്ലാത്തത് കൊണ്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉം. ഈ കേസിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധികളൊക്കെ വന്നിട്ടുണ്ടാവും. പലപ്പോഴും നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒക്കെ തന്നെ അത്തരത്തിലുള്ള കേസുകൾ ഉം. വന്നിട്ടുണ്ട്. ഇതിൽ ഗാന്ധി വധത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രതി നാഥുറാം ഗോഡ്സെയാണ്, നമുക്കറിയാലോ, വെടിവെച്ചത് അദ്ദേഹമാണ്. രണ്ടാമത്തത് നാരായണ ആപ്തെയാണ്. മൂന്നാമത്തത് വിഷ്ണു കർക്കറയാണ്. നാലാമത്തത് മദൻ ലാൽ പഹാവ എന്ന് പറയുന്ന ഒരാളാണ്. അഞ്ചാമത്തേത് ശങ്കർ കിസ്തയ എന്ന് പറയുന്ന ഒരാളാണ്. ആറാമത്തേത് ഗോപാൽ ഗോഡ്സെയാണ്, ഈ പറയുന്ന നാഥുറാം ഗോഡ്സെയുടെ അനിയൻ. ഏഴാമത്തത് വിനായക് ദാമോദർ സവർക്കറാണ്. അതുപോലെ തന്നെ ഡോക്ടർ VS ചർച്ചൂരാണ് എട്ടാമത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികളാണുള്ളത്. ഇതിൽ ആദ്യത്തെ 2 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗോപാൽ ഗോഡ്സെയെ ജീവപര്യന്തത്തിനും ഉം. വിധിച്ചു. വിധിച്ചു. ആ ഗോപാൽ ഗോഡ്സെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പൂനെയിൽ തന്നെ 35 കൊല്ലത്തോളം ജീവിച്ചു. ലേഖനങ്ങൾ എഴുതിയിരുന്നു, അതുപോലെ പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ മാതൃപിതാവ് ഗോപാൽ റാവു ഗോഡ്സെയും സഹോദരൻ നാഥുറാം ഗോഡ്സെയും RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അസന്നിഗ്ധമായി ഈ ചാനൽ ചർച്ചകളിലടക്കം ഉം. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡെവലപ്മെന്റ്സ് കൂടി ഉള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ RSSനെ വലിയ പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആ പ്രതിരോധത്തിലാഴ്ത്തിയതിന്റെ ഭാഗമായിട്ടാണ് ട്വിറ്ററിൽ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പൊ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സവർക്കർ ഞങ്ങളുടെ ആളല്ലെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡെവലപ്മെന്റ്സ് കൂടിയുള്ളത്, പങ്കജ് ഫഡ്നിസ് എന്ന് പറയുന്ന ഒരു ബോംബെ ഹൈക്കോർട്ടിൽ അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന പോലെ അവിടുത്തെ സ്പെഷ്യൽ ജഡ്ജ് അമോൾ ഷിൻഡെക്കെതിരെയും ആ കോടതിക്കെതിരെയും ഒക്കെ തന്നെ, അതായത് പൂനെയിലെ ഈ കോടതി കേൾക്കുന്ന സ്പെഷ്യൽ ജഡ്ജ് ഉണ്ട്, ആ സ്പെഷ്യൽ ജഡ്ജ് പല തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ പുള്ളി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ആ തടസ്സപ്പെടുത്തലൊക്കെ അവിടെ കിട്ടും, അതൊക്കെ വിചാരണയിൽ തീരുമാനിക്കാം, പുള്ളിക്ക് പറയാനുള്ളത് എന്ന് കിട്ടിയതാണ്, പറയട്ടേതാണ്. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞേക്കണത് മറ്റൊരു വക്കീൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് ബോംബെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഈ കോടതി ഇത് കേൾക്കുന്ന ആവശ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് സ്പെഷ്യൽ കോർട്ട് പലപ്പോഴും ഇത് ഇഷ്യൂ ഒക്കെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ജുറിസ്ഡിക്ഷനും അപ്പുറത്തുള്ള കാര്യങ്ങളിലാണ്. അത് യഥാർത്ഥത്തിൽ സവർക്കർ ഈ പറയുന്ന പോലെ ധീരനായിരുന്നോ അതോ ഭീരുവായിരുന്നോ എന്നൊക്കെ തെളിയിക്കാനാണ് ഈ സ്പെഷ്യൽ കോർട്ട് എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. അതുകൊണ്ട് സ്പെഷ്യൽ കോഡ് എക്സ്ട്രാ ഒരു ജുഡീഷ്യറിക്ക് പവറിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹം ഒരു പ്രൊഫസറാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പൊ ബോംബെ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി. ഹൈക്കോടതി എന്ത് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയില്ല. പക്ഷെ ഒരു കാര്യം മറന്നു വരുത്, ആരുടെയാണ് ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു അറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന വീർ സവർക്കർ എന്ന് പറയും ഇവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സവർക്കറുടെ, വീരനാണോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. കാരണം സവർക്കറുടെ ഫാമിലിയിലേക്കാണ് ആര് കല്യാണം കഴിച്ചേക്കണത്, ഗോപാൽ ഗോഡ്സെയുടെ മകൾ കല്യാണം കഴിച്ചേക്കണം, ഹിമാനി ഗോഡ്സെ കല്യാണം കഴിച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എത്ര വലിയ ബന്ധമുണ്ട്. ആ ഹിമാനി ഗോഡ്സെയുടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മകനാണ് എന്ത് ചെയ്തേക്കണത്, പറഞ്ഞേക്കണം. കൂടാതെ നാരായൺ സവർക്കറുടെ മകൻ അശോക് സവർക്കറുടെ മകനാണ് എന്ന് പറഞ്ഞാൽ വെള്ളം മുത്തച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ സവർക്കറുടെ അനിയൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ബന്ധമുള്ള ഒരാൾ വന്നിട്ടാണ് ഈ കേസ് കൊടുത്തതും കേസിന്റെ ഭാഗമായിട്ട് പുള്ളി എന്ത് ചെയ്തതും. അപ്പൊ കേസ് കൊടുത്തേക്കണ രാഹുൽ ഗാന്ധിക്കെതിരെയാണെന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ കോൺഗ്രസ് ഒന്നും ആയിട്ടില്ല, പുള്ളി കോൺഗ്രസും ആയിട്ടില്ല, പുള്ളി RSSലും മറ്റേ സംഘപരിവാറിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരാൾ കൂടിയാണെന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുന്ന ആള് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് പറഞ്ഞേക്കണം ഇതൊക്കെ സത്യമാണ്, ഇതാണ് സത്യം, ഇതാണ് പച്ച പരമാർത്ഥം എന്നാണ് പുള്ളി എന്ത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യും സംഘപരിവാറിനൊക്കെ. ഒന്നാമത്തെ കലികാലമാണ് ഈ പറയുന്ന CJP, പിന്നെ മറ്റേ ദിമാഗി നക്സൽ ജനതാ പാർട്ടി, ഇതൊക്കെ തലവേദനയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു തലവേദന കൂടി വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കി. ഇത്രയും കാലം RSS പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എന്തില്ല, ഗാന്ധി വധത്തിൽ പങ്കില്ല, ഞങ്ങൾ വിട്ടുപോയവരാണ് ഇതിന് നേതൃത്വം കൊടുത്തേക്കണം, ഞങ്ങൾക്ക് യാതൊരു ധൈര്യവുമില്ല, ഞങ്ങൾ ഗോപാൽ ഗോഡ്സെയെ നാഥുറാം ഗോഡ്സെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നാണ്. അതിപ്പോഴും പറഞ്ഞു നിൽക്കാൻ വേണമെങ്കിൽ. പക്ഷേ കോടതിയിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു മൊഴി
വന്നിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. കൂടാതെ മറ്റേ നമ്മുടെ പയ്യൻ കയറിയിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ തകർക്കുന്നുണ്ട്. ഏത്? അതും ഒരു തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എതിര് നിൽക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യാമല്ലോ, മറ്റത് നിങ്ങളുടെ കാലത്ത് എന്ത് ചെയ്തു, ഇതെന്ത് ചെയ്തു, അതെന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കാം. ഈ പയ്യനോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പിന്നെ പയ്യനോട് എതിർക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം എതിർക്കാൻ പറ്റില്ല. കാരണം എന്താ, ഉം. സവർക്കർ ഫാമിലിയിൽ നിന്നല്ലോ. പേര് തന്നെ സത്യകി സവർക്കർ. രണ്ടാമത്തത് ഗോപാൽ ഗോഡ്സെയുടെ മകളാണ് അമ്മ. സോ വെരി മച്ച് കൺഫ്യൂസ്ഡ് ആൻഡ് വെരി മച്ച് ഡിഫിക്കൽട്ട്.